എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ ഓർക്കുന്നത് ശരിയാണല്ലോ, അതാണല്ലോ ലക്ഷ്യം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും പഴയ പല്ലവി പറയുക. ഇതാണ് നമ്മളെല്ലാം. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾ, അതിന് ചുറ്റുവട്ടങ്ങൾ, അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തുകയാണ്. അമ്പലത്തിലെ പൂജയുമേറ്റി എന്ന ശാന്തിക്കാരൻ ഇപ്പം മുറ്റത്തെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 40 രൂപ കൊടുത്ത വേറൊരുത്തം ചെയ്യുന്ന പണിയാണ് അല്ലേ? ഭാരതീയർക്ക് 40 തോന്നുന്നു അല്ലേ? അവര് ചട്ടുകവും കൊണ്ട് നടന്ന് പറിക്കാവുന്ന സാധനമേ ഉള്ളത്. അതാണിപ്പോ ഇവന്റെ പണി. കാരണം ഇവൻ മറന്നുപോയി, ഇവൻ പോയിരിക്കുന്ന ഇതിനല്ല. പലപ്പോഴും നമ്മളിങ്ങനെ വലിയ ലക്ഷ്യത്തിന് വേണ്ടി ചെന്ന് പര്യമ്പറത്ത് പുല്ലുപറിക്കുന്നവരായി മാറുക. ഇങ്ങനെയുള്ള പുല്ലുപറിയന്മാരാണ് എല്ലാ പല്ലുപറിച്ചവന്മാരുമായി ഇന്ന് കാണുന്നത്. ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്. കാരണം ലക്ഷ്യം പോകും. ലക്ഷ്യബോധം നഷ്ടപ്പെട്ടൊരു തലമുറ. എന്തിനിറങ്ങി തിരിച്ചോ അത് മാത്രം. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയത് മുഴുവൻ ചുറ്റുപാടുകളാണ് നമ്മെ അവിടെ എത്തിക്കുന്നതെന്നാണ്. എത്തിക്കില്ല, നമ്മളാണ് എത്തിക്കുന്നത്. ഈയിടെ കണ്ടു കൈലാസത്തിലേക്ക് പോയി 2 പാർട്ടികൾ. കൈലാസത്തിന് പോയതാണ്. ഇവിടുന്ന് യാത്ര തിരിച്ചത് കൈലാസത്തിലേക്കാണ്. കൈലാസത്തിൽ എത്തിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചാ പോയെ. വഴിക്ക് പോയപ്പോ ഒരു പട്ടി ചത്ത് കിടക്കും. ഇത്രയും തണുപ്പാണെങ്കിൽ കൈലാസത്തിൽ എന്തിനു പോണം? കൈലാസത്തിൽ പോണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ജനിക്കുകയില്ലായിരുന്നു. അതിനിവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കൈലാസം വരെ പോകണ്ടോ? തിരിച്ചവൻ പോകുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് പറഞ്ഞു കൈലാസത്തിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ജനിച്ചേനെ. അപ്പൊ ചോദിച്ചത് ഞങ്ങളാരാണ്ട് പറഞ്ഞെന്ന് തോന്നല്ലോ സുഹൃത്തെ, താൻ കൈലാസത്തിൽ പോണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൻ ഒന്നുകൂടെ ഞെളിവിരി കൊണ്ടിട്ട് അടുത്ത വാചകം അടിച്ചത്. അല്ല, ഞാൻ പറയായിരുന്നു ഞാൻ കൈലാസത്തിലായനെ. അപ്പൊ അവിടം വരെ വണ്ടിക്കൂലി മുടക്കിയതോ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ യാത്രയും വണ്ടിക്കൂലിയും ബാക്കിയുള്ള കാര്യമൊക്കെ ലാഭമാകുമായിരുന്നു. കാരണം ഈ വഴിയിലൊരു പട്ടി ചത്തത് കൊണ്ട് അവൻ തിരിച്ചു മടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ലക്ഷ്യം പലപ്പോഴും ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മാറും. വളരെ ചെറിയ കാര്യം മതി. വാചകം അടിക്കുമ്പോൾ ഭയങ്കരമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ വിദ്യ പറ്റില്ല. ഈ വിദ്യയിലേക്ക് പോകണമെങ്കിൽ വളരെ പ്രയാസമാണെന്ന് പറയുന്നത്. ലക്ഷ്യം അതുപോലെ നിലനിൽക്കണം. അതിനായി ഉദാഹരണമൊക്കെ കാണിക്കുന്നത് ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ്. ഉദാഹരണം കുറെ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് അതങ്ങ് വിടാം. മൃത്യുവിന് ശേഷമുള്ളതായി ചോദിച്ചിരിക്കുന്നത് ചോദ്യം മൃത്യുവിനെ കുറിച്ചാണ്. അപ്പൊ മൃത്യുവിനെ കുറിച്ച് മാത്രം നീ ചോദിക്കണ്ട, ബാക്കിയൊക്കെ ചോദിക്കാൻ ശരിയാക്കി തരാം. നചികേതസ, ലക്ഷ്യം ശരിക്ക് ബോധമുള്ളവനാണോ? മറന്നുപോ. പല ആളുകളും ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു വരുമ്പോഴത്തേക്കും ചോദ്യം തന്നെ മറന്നു. ചില ആളുകൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴും വഴിയാ നടക്കുമ്പോഴും ഒക്കെ ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോദ്യത്തിന്റെ ഉത്തരം ഒരറ്റത്തുനിന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും വേറെ ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യം മറന്നുപോയുണ്ടാണ്. ഒടുവിൽ 2 പേരും കൂടെ ചോദിക്കും. അപ്പോഴേ നമ്മൾ എന്തോ ആദ്യം ചോദിച്ചത്. അതാ ഇന്നത്തെ വിദ്യാഭ്യാസം. മനസ്സിലായിട്ടില്ല? ചില ആളുകൾ ചുമ്മാ ചടങ്ങിന് ചോദിക്കുന്നതാണ്. 4 പേരൊക്കെ അങ്ങ് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ചോദ്യം ചോദിച്ചവനും ഓർമ്മയില്ല, ചോദ്യം ഉത്തരം പറയുന്നവനും ഓർമ്മ. അപ്പോഴേ നമ്മൾ എന്തോ തുടങ്ങി. ഈ ഭാര്യയും ഭർത്താവും കൂടെ വൈകുന്നേരം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. 1.5 മണിക്കൂർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരോട് ആലോചിക്കുന്നത് എന്തോ ചോദിച്ചത്. അപ്പൊ ഇത്രയും നേരം നടത്തിയ പണി. നിങ്ങളാരും വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ മാത്രമേ ഈ പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനല്ലേ പൊതുവടെ? കഴിഞ്ഞ ആഴ്ച പൊതുവാട് ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് ചോദിച്ചില്ല 2 പേരോട്? അല്ല, നമ്മൾ എന്തോ ആയിരുന്നു പറഞ്ഞു തുടങ്ങിയ. പിന്നെ അവിടെ ഒരു കൊച്ചു നിൽപ്പുണ്ടായിരുന്നു, അത് കയറി പറഞ്ഞു. 2 പേരോട് പറഞ്ഞ ഇന്നതല്ലേന്ന് കൊച്ചു ചോദിച്ചു. അതായിരുന്നു നമ്മൾ പറഞ്ഞു. അതല്ലെന്ന് തോന്നുന്നു, മറന്നുപോയി. ഇങ്ങനെ എവിടെയാണോ ചോദിച്ചത് അതുപോലും മറക്കുന്നു. എന്നാ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ഇങ്ങനെ മറക്കും എന്നുള്ളത് കൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ചോദ്യം കൃത്യമായി ഓർമ്മയുണ്ടെങ്കിലേ വഴക്കില്ലാതെ പഠിക്കാനും ഉൾക്കൊള്ളാനും പറ്റുള്ളൂ.
ചോദിച്ചവൻ ആ ചോദ്യം ഓർമ്മയുണ്ടാവണം. അതിന്റെ ഉത്തരം മാത്രം കിട്ടുന്നവരെ കാത്തിരിക്കണം. കാടും പടപ്പും തല്ലി പോവുകയാണെങ്കിൽ ആ കാടും പടപ്പും തല്ലുമ്പോഴൊക്കെ ഈ ലക്ഷ്യത്തിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പൊ നചികേതസ് ലക്ഷ്യബോധമുള്ളവനാണോ എന്ന് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് ശങ്കരാദ്യന്മാർ. വിദ്യയെ പരീക്ഷിക്കുന്നു എന്ന് അതേ പക്ഷം തന്നെ, ഗുരുപരീക്ഷയെന്നും അതേ പക്ഷം തന്നെ. മൂന്നും നമുക്ക് ചേർത്ത് പഠിക്കാം, അതാണ് നല്ലത്. മൂന്നിനും വഴിയുണ്ട് ഇവിടെ. സ്വഭാവോ മർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണം ജരയന്തി തേജഃ അഭിസർവം ജീവിതം അല്പമേവ തവൈവ വാഹസ്തവ നൃത്യഗീതേ. ഇത് സാധനം വേറെയാണ്, ഇതിന്റെ ഈ സ്വഭാവം വരെ ആയതുകൊണ്ട് അവൻ അവസാനത്തെ അടിയടിക്കുക. ഇനി ഇങ്ങോട്ട് വർത്തമാനം യമൻ ഈ വഴിക്ക് പറയരുത് എന്നുള്ളതിന് പറ്റുന്ന വഴി അടിക്കുകയാണ്. അന്തക, ഏ അന്തക, അല്ലയോ യമ, അല്ലയോ അന്തകനായുള്ളവനെ. ഇത് സ്വഭാവാഹ, നാളേക്ക് നിലനിൽപ്പില്ലാത്തവയാകും, അല്പകാലസ്ഥിതമാകും, അശാശ്വതമാകും. നീ എന്നോട് പറഞ്ഞില്ലേ ഏതൊക്കെയാ ആദ്യം മോൽ എടുക്കുക, നീ ആദ്യം മോൽ എനിക്ക് തരാൻ തുടങ്ങിയത് ഏതൊക്കെയാ? നീ ആദ്യം തരാൻ തുടങ്ങിയതാ 100 വർഷം ജീവിച്ചിരിക്കുന്ന പുത്രൻ, പൗത്രൻ, പശുക്കൾ, ആനകൾ, കുതിരകൾ, സ്വർണം. മറന്നുപോയി. ഈ ഭൂമിയുടെ രാജപദവി, സ്വർസുന്ദരിമാർ, നൃത്തം, ഗീതം, രഥത്തോടു കൂടിയ സ്വർസുന്ദരിമാർ, ഇതൊക്കെ നീ എനിക്ക് തരാൻ ഒരുങ്ങി. പക്ഷെ അതെല്ലാം ക്ഷണികമാണ്. സ്വഭാവ ഇത് സ്വഭാവ നാളേക്ക് നിലനിൽപ്പില്ലാത്തതാണ്, ഉണ്ടായി മറയുന്നതാണ്. അതുകൊണ്ട് യാതൊന്നും മർത്യസ്യ, മനുഷ്യന്റെ സർവേന്ദ്രിയാണാം, സർവ ഇന്ദ്രിയങ്ങളുടെയും തേജസ്സിനെ ജരയന്തി, നശിപ്പിക്കുന്നു. സർവം ജീവിതം അഭി അല്പയേവ, ഈ ജീവിതം തന്നെ അല്പമാകുന്നു. തവ, അങ്ങയുടെ വാഹാഹ, കുതിരകളും, നൃത്യഗീതേ, നൃത്തവും ഗീതവും, തവയേവ, അങ്ങയ്ക്ക് തന്നെ ഇരിക്കട്ടെ, എടുക്കണ്ട, കയ്യിലെടുക്കണ്ട. എങ്ങനെയുണ്ട് ആശാൻ? ഈ സാധനമൊക്കെ കൈ തന്നെ വെച്ചു. ഈ ക്ഷണികങ്ങളായ വസ്തുക്കളൊന്നും എനിക്ക് വേണ്ട. മറ്റൊരു ഉപനിഷത്ത് സന്ദർഭത്തോട് ഇതിന് വളരെ സാധിച്ചു. ഞാനൊരു ഭാര്യ ഭർത്താവിനോട് ഒരിക്കൽ പറയുന്നു, ഇവിടെ ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുന്നു, ഒരു ഭാര്യ ഭർത്താവിനോട് ഇതുപോലൊന്ന് പറയുന്നു ഗംഭീരായിട്ട്. ഭർത്താവ് 2 ഭാര്യമാരാണ്, 2 പേരെയും കൂടെ വിളിച്ചു. അവസാനം ഇയാൾ വനത്തിൽ പോകാൻ തീരുമാനിക്കുക. അതുവരെ ഗംഭീരനായിട്ട് ജീവിച്ചു, അറിവൊക്കെ നേടിയവനാണ്, എല്ലാ അറിവിന്റെയും ഇരിപ്പിടമാണ്. 2 ഭാര്യമാരെയും കൂടെ വിളിച്ചിട്ട് അതില് പ്രധാന ഭാര്യയോട്, അവളുടെ പേര് മൈത്രി, മറ്റവളുടെ പേര് കാർത്യായനി,
കാത്യായനി, മൈത്രേയി, രണ്ട് ഭാര്യമാരാണ്. അതിൽ മൈത്രേയിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ തീർക്കാൻ പോവാണ്. കാരണം എന്റെ ഭാര്യമാർ എന്ന പദവി കൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ പദവിയിൽ നിങ്ങളെ മുക്തരാക്കാൻ പോവാണ്. എന്റെ സ്വത്തൊക്കെ ഞാൻ വിഭജിച്ചു തരാൻ പോവാണ്. ഇതെല്ലാം നിങ്ങൾക്കായി തരാൻ പോവാണ്. ഞാൻ വനത്തിലേക്ക് പോകാൻ പോവാണ്. ഇവളൊരു ചോദ്യം ചോദിച്ചു, ഇതുകൊണ്ട് അമൃതത്വം കിട്ടുമോ? തരാൻ പോകുന്ന സാധനം ശാശ്വതമാണോ? ഇത് തന്നാൽ ഞാൻ ശാശ്വതമായത് നേടുവോ? ഇത് അശാശ്വതമല്ലേ? ഇതുകൊണ്ട് ആരെങ്കിലും തൃപ്തനായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പണ്ട് ചിന്തിച്ചിരുന്നു മനുഷ്യൻ. ഇതുകൊണ്ട് തൃപ്തി വരുമെങ്കിൽ കൊള്ളാം, മേടിക്കാം. അതിന് ഉത്തരവും പറഞ്ഞു, അമൃതത്വസ്യ നാശാസ്തി വിത്തേന. വിത്തം കൊണ്ട് അമൃതത്വത്തിനുള്ള ആശ പോലും ഉണ്ടാവണമെന്നില്ല. വിത്തും അമൃതത്വവും തമ്മില് ബന്ധം ഇല്ല. ഇങ്ങനെ ഭംഗിയായി പറഞ്ഞു. അതേപോലൊരവസ്ഥ നചികേതസിന് ഇതെല്ലാം വലിച്ചു വാരി കൊടുത്തപ്പോ പല വിധത്തിൽ നചികേതസിനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അല്ലയോ ധർമ്മരാജാവേ, അങ്ങനെക്ക് തരാമെന്ന് പറയുന്ന ഈ വസ്തുക്കളെല്ലാം ഈ ഭോഗായതനമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ വസ്തുജാലങ്ങൾ അത്രയും ക്ഷണികമാണ്, ശാശ്വതമല്ല. അശാശ്വതങ്ങളായി വസ്തുക്കൾ അങ്ങയോടൊപ്പം ഇരിക്കട്ടെ, എനിക്ക് വേണ്ട. വീണ്ടും നോക്കാം. ഇവിടുന്ന് വ്യാഖ്യാനം വേണ്ട, എവിടെയൊക്കെ നമുക്ക് സ്പീഡ് വിടാവുന്ന കാര്യമുള്ളൂ. കാരണം നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെ. അറിയാമെങ്കിലും അനുഭവമില്ലാത്ത കാര്യം. അങ്ങനല്ലേ? വിത്തം കൊണ്ട് ഇതൊന്നും കിട്ടുകയില്ലെന്ന് അറിയാം, അറിഞ്ഞത് കൊണ്ടായില്ല. അനുഭവം വേണം. അനുഭവം ഇല്ലെങ്കിൽ നാളെ ഈ അറിവ് പോലും വിത്തത്തിന് വേണ്ടി മാറും. അങ്ങനെയാണ് ഭാരതീയ ചിന്ത തന്നെ ഇന്ന് അതിന്റെ ഉദാത്ത ഭാവങ്ങൾ വിട്ട് നീങ്ങാൻ തുടങ്ങിയത്. അതിന്റെ ഉദാത്ത ഭാവങ്ങൾ വിട്ടു എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ അർത്ഥത്തിലാണ്. പണ്ട് ആചാര്യന്മാര്, തപസ്വികള് ഒക്കെ ചെയ്തിരുന്ന ശിരോവ്രതമാണ്. ശിരോവ്രതം എന്നാണ് അതിന് പറയാ. സന്യാസിമാര്, മുല്ലാക്കമാര്, ഈ ബിഷപ്പന്മാര്, ഇവരൊക്കെ തലയാണ് മൂടുക. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല.